നമ്മുടെ ഗാർഡനിലെ 2-3 പുതിയ ഫ്ലവേഴ്സ് ഉണ്ട്. ഇത് കാണിച്ചു തരാം. ഇത് നോക്കിക്കേ, ഇതാണ് ഫസ്റ്റ് ഫ്ലവർ കേട്ടോ. ഇതിൻ്റെ പേരാണ് ബ്ലൂ ഫ്ലാഗ് ഐറിസ്, അല്ലെങ്കിൽ പർപ്പിൾ ഐറിസ് എന്നും പറയും. പോയിസൺ ഫ്ലാഗ് എന്നും ചിലപ്പോൾ പറയാറുണ്ട്. കാരണം ഈ ഫ്ലവർ ഇതിൻ്റെ ലീഫും റൂട്ടും ഒക്കെ പോയിസണസ് ആണ്. The seed spread around and they dig this into the soil. Then they will grow and make another flower. That's what I learned at school. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു തണ്ടിൽ ഒരു ഫ്ലവറായിട്ടാണ് നിൽക്കുന്നത്. 6 പെറ്റൽസ് ഒക്കെ ആയിട്ട് ഇച്ചിരി വലിയ ഫ്ലവർ. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്, ബ്ലൂവും യെല്ലോയും ഒക്കെ. പക്ഷേ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് ഈ പർപ്പിൾ കളറാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പർപ്പിൾ ഫ്ലവർ. ഇതിൻ്റെ പേരാണ് ചിലിയൻ പൊട്ടാറ്റോ ട്രീ. അതാണ് ഈ പ്ലാന്റിൻ്റെ പേര്. ഇതിന് ഈ കളർ കണ്ടില്ലേ, നല്ല പർപ്പിൾ കളറാണ് ഈ ഫ്ലവേഴ്സിന്. അതിനുള്ളിൽ ഇങ്ങനെ ചെറിയൊരു യെല്ലോ ഒരു ചെറിയ മുട്ട് പോലെ അതിനുള്ളിലുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ ചെത്തിപ്പൂക്കെ നിൽക്കുന്ന പോലെ ബഞ്ചായിട്ടാണ്, ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് ഈ ഫ്ലവർ നിൽക്കുന്നത് കേട്ടോ. ചെറിയൊരു ഫ്രാഗ്രൻസ് ഉണ്ട്, ഒരുപാടല്ല, ചെറിയൊരു ഫ്രാഗ്രൻസ് ഉണ്ട് ഈ ഫ്ലവറിന്. ഇതൊരു ക്ലൈംബിംഗ് പ്ലാന്റ് പോലെ കൂടിയാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിനോട് ചേർന്നിട്ടായിരുന്നു ഇത് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ടൈ ഒക്കെ ചെയ്ത് അത് കറക്റ്റ് ആ ഒരു ലെവലിൽ വളർന്നു വരാൻ വേണ്ടി, അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ പടർന്ന് അവിടെ കിടക്കും. അപ്പം അത് നേരെ നിന്ന് റെഡിയായി വരണമെങ്കിൽ ടൈ ഒക്കെ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഫ്ലവർ ഒരുപാട് കാലം നിൽക്കും കേട്ടോ. അതായത് ഈ സമ്മർ ടൈം മുതൽ ഒരു ഓട്ടം സീസൺ വരെ ഇതിൽ പൂക്കളുണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ ഈ പ്ലാന്റ് കൂടുതലായും കാണപ്പെടുന്നത് ഇതിന്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് ചിലിയും പെറുവൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ചിലിയൻ പൊട്ടാറ്റോ ട്രീ എന്നൊരു പേര്. പർപ്പിൾ കളറിലുള്ള 2 ഫ്ലവർ പരിചയപ്പെട്ടല്ലേ. നാളെ നമുക്ക് വേറെ ഫ്ലവർ കാണാം.